സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇറാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ 35ഓളം പേർ മരിച്ചതായി കണക്കുകൾ. 1200-ലധികം പേരെ അധികൃതർ കസ്റ്റഡിയിലെടുത്തതായി വിദേശത്തുള്ള ആക്ടിവിസ്റ്റുകൾ. ഇറാനിൽ ഇന്നലെയും പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും ഏറ്റുമുട്ടി. ഇറാനിയൻ റിയാലിന്റെ മൂല്യം റെക്കോർഡ് തകർത്ത് താഴ്ന്ന നിലയിലേക്കെത്തി. MG മിഥുൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, റിയാലിന്റെ മൂല്യം കുറയുന്നു, അതുപോലെ തന്നെ പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശക്തമാകുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഇറാനിലെ സാഹചര്യങ്ങൾ? അനുശ്രീ, ഇറാനിൽ കടുത്ത പ്രതിസന്ധി തന്നെ തുടരുകയാണ്. ഒട്ടും അയവില്ലാതെ തന്നെ ഈ പ്രക്ഷോഭകരും ഒപ്പം തന്നെ സേനകളുമായിട്ടുള്ള ഏറ്റുമുട്ടൽ തുറന്നുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 31 പ്രവിശ്യയിൽ, രാജ്യത്തെ 31 പ്രവിശ്യയിൽ 23 അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നെങ്കിൽ അത് ഇപ്പോൾ 27 പ്രവിശ്യയിലേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 35 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നു. അതായത് മരണസംഖ്യ ഉയരുന്നു, പരിക്കേൽക്കുന്നവരുടെ എണ്ണം കൂടുതലാകുന്നു, അറസ്റ്റിലാകുന്നവരുടെ എണ്ണം കൂടുതലാകുന്നു. അങ്ങനെ ഇറാനിൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില ഭീഷണി സ്വരത്തിൽ ചില കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഒരാൾ കൂടി ഇനി കൊല്ലപ്പെട്ടാൽ, ഇറാനിൽ ഒരിക്കൽ കൂടി ഇത്തരത്തിലുള്ള രക്തച്ചൊരിച്ചിൽ ഉണ്ടായാൽ അത് കൈയും കെട്ടി നോക്കി നിൽക്കില്ല, അതിനുള്ള ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള രീതിയിലുള്ള ചില ഭീഷണി സ്വരങ്ങളൊക്കെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോഴും ഈ പ്രക്ഷോഭം അടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഖമനേയി ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നു. പക്ഷേ അതൊരു സമവായത്തിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ അതിനൊരു കൃത്യമായ പരിഹാരം കാണാനോ ഇപ്പോഴും ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും കാതലായ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് അവിടുത്തെ ജനജീവിതം കൂടുതൽ ദുസ്സഹമാകുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് $1 ഏകദേശം ഈക്വൽ ടു 1,32,000 രൂപീസ്, അതായത് ഇറാൻ റിയാൽ അടക്കം. അങ്ങനെ ആ രീതിയിലേക്ക് $1 ഇത്രയും അധികം ഇറാൻ രൂപ നൽകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. അതിൽ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന തുകയേക്കാൾ 80% അധികം ഈ ഭക്ഷണത്തിനായി നൽകേണ്ടി വരുന്നു. മരുന്നുകൾക്കും ഇതേ രീതിയിൽ തന്നെ കൂടുതൽ ഓരോ ദിവസം കൂടിയിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകൾ കൂടുമ്പോഴും ഇങ്ങനെ വില വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ അവർക്ക് ഒരു തരത്തിലും അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. 2015 ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു റെക്കോർഡ് മൂല്യത്തകർച്ച ഇത്തരത്തിൽ ഈ ഇറാൻ കറൻസിക്ക് ഉണ്ടാകുന്നത്. അന്ന് ഏകദേശം $1 33,000 ആയിരുന്നു രീതിയിലായിരുന്നു അതിൻ്റെ ഒരു അനുപാതമെങ്കിൽ അതിപ്പോൾ അതിൽ കൂടുതലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതിൽ നിന്ന് എങ്ങനെ കയറാനാകുമെന്നുള്ള ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള ചില ഇടപെടലുകളൊക്കെ ഈ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴും ഈ വെനസ്വേലയിലൊക്കെ ഈ US-ൻ്റെ ഒരു കടന്നുകയറ്റം ഒക്കെ ഉണ്ടായ സാഹചര്യത്തിൽ അത് ഏതെങ്കിലും തരത്തിൽ ഇറാനെ ലക്ഷ്യം വെച്ച് അമേരിക്കയുടെ ഭാഗത്തുനിന്നൊരു ആക്രമണം ഉണ്ടാകുമോ, ഒപ്പം തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നൊരു ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ചില കാര്യങ്ങളും ഒരു വശത്ത് നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ തന്നെ രാജ്യത്തെ ഈ ആഭ്യന്തര കലാപം, ഈ ആഭ്യന്തര പക്ഷം അത് കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു തരത്തിലും അത് ശമിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഫലവത്താകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇവരുമായി ഒരു ചർച്ചയ്ക്ക് സ്കോപ്പുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് നിലവിലൊരു സാധ്യതയുമില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോയിടത്തും പ്രത്യേകിച്ച് ഈ കുർദിഷ് മേഖല, കുർദിഷ് പ്രവിശ്യ എന്ന് പറയുന്ന ആ ഒരു വിഭാഗക്കാർ പണ്ട് മുതലേ തന്നെ ഖമനേയി ഭരണകൂടത്തിന് എതിരാണ്. ആ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെടുകയും ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഏതായാലും നിലവിൽ ഇറാനെ സംബന്ധിച്ച് വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. രാജ്യം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ അതായത് ഈ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുക എന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിർദ്ദേശം ആയത്തുള്ള അലി ഖമനേയി നൽകിയെങ്കിൽ പോലും തന്നെ അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രത്തോളം ജനരോക്ഷം ഇതിനു മുമ്പ് ഇറാൻ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിനു മുമ്പ് യുദ്ധങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പോലും തന്നെ ഇങ്ങനെയൊരു സംഭവവികാസങ്ങൾ ഇറാനെ സംബന്ധിച്ചുണ്ടായില്ലായിരുന്നു. പിന്നീട് 2022 ഏറ്റവും ഒടുവിലായിരുന്നു ഇങ്ങനെയൊരു ജനരോക്ഷം അവിടെ ഉണ്ടാവുകയും അതൊക്കെ കുറച്ച് ദിവസങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഉടനടി തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാനൊക്കെ ഇറാന് സാധിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇറാൻ എന്ന രാജ്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിനും മുമ്പ് ഇതുപോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴൊക്കെ അത് അതിജീവിച്ച് മുന്നോട്ട് വരികയും ഒക്കെ ചെയ്തിട്ടുള്ള രാജ്യം കൂടിയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം 6 മാസം മുമ്പ് മാത്രമാണ് ഇത്തരത്തിൽ ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം, അമേരിക്കയുടെ ഒരു ആക്രമണം ഒക്കെ ഉണ്ടാവുകയും ചെയ്തത്. അതിൽ നിന്ന് അവർ വളരെ വേഗം കരകയറുകയും ഒപ്പം തന്നെ പുതിയ വിക്ഷേപണങ്ങൾ, പുതിയ മിസൈൽ പരീക്ഷണങ്ങൾ, ഒപ്പം തന്നെ തകർന്ന കെട്ടിടങ്ങളൊക്കെ പൂർണ്ണമായും അത് നവീകരിച്ച് അതിൻ്റെ ഒരു നവീകരണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ കടക്കുകയും അതിൽ നിന്ന് വേഗം കൈവരിച്ച് മുന്നോട്ട് വരികയും ഒക്കെ ചെയ്ത ഇറാനാണ്. അതുകൊണ്ട് തന്നെ
ഇപ്പോഴത്തെ പ്രതിസന്ധി ഉടൻ പരിഹരിക്കാനും ഒപ്പം തന്നെ അതിൽ നിന്ന് മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കുമെന്നൊക്കെയുള്ള ഒരു കരുതലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയാണ് ഇറാൻ ഭരണകൂടത്തിനുള്ളത്. അതിനിടെയാണ് ഇങ്ങനെയുള്ള ചില ആശങ്കകൾ നിലനിൽക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ്. ഭരണം അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള ആശങ്കയും അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഈ ഖമനേയി ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് അയത്തുള്ള അലി ഖമനേയി സുരക്ഷാ സ്ഥാനത്തേക്ക് പോകുന്നു, തന്റെ കുടുംബാംഗങ്ങളും ഒക്കെ ഒത്ത് റഷ്യയിലേക്ക് പലായനം ചെയ്യുന്നു എന്ന രീതിയിലുള്ള ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ചില വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഇറാൻ ഭരണകൂടം തള്ളി രംഗത്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഖമനേയി നാട് വിട്ടു പോയാൽ അതൊരു അട്ടിമറിക്ക് വലിയ രീതിയിൽ വഴിയൊരുക്കുകയും ചെയ്യും എന്നുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു തരത്തിലും ഖമനേയി നാട് വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. മിഥുൻ, അതുപോലെ തന്നെ ഈ റിയാലിന്റെ മൂല്യം താഴ്ന്ന സാഹചര്യത്തിൽ അത് ജനജീവിതം പ്രതിസന്ധിയിലാക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കൂടാതെ ഈ ട്രംപിന്റെ ഭാഗത്തു നിന്നൊരു മുന്നറിയിപ്പ് വന്ന സാഹചര്യത്തിൽ മിഥുൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ അത് ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമായിരിക്കും? മനസ്സിലായി, അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ചറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില നടപടികൾ, ചില താല്പര്യങ്ങൾ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കണ്ടുവരുന്നതാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വെനസ്വേലയിൽ സംഭവിച്ച ആ ഒരു അപ്രതീക്ഷിത നീക്കം, അതൊക്കെ ലോകരാജ്യങ്ങളെയൊക്കെ ഞെട്ടിച്ച ഒരു പ്രവൃത്തി തന്നെയാണ്. ഇങ്ങനെ ഒരു രാജ്യത്തിലേക്ക് കടന്നു കയറിക്കൊണ്ട് അവിടുത്തെ പ്രസിഡന്റിനെ പോലും തട്ടിക്കൊണ്ടു പോകുന്ന തരത്തിൽ, അത് കയ്യാമം വെച്ചുകൊണ്ട് തട്ടിക്കൊണ്ടു പോകുന്ന തരത്തിലേക്ക് ഉള്ള ഒരു രീതി അമേരിക്കയുടെ ഭാഗത്തു ഉണ്ടാവുകയും ചെയ്തു. അത് ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും അങ്ങനെ ഇറാനിലെത്തി ഇറാനിൽ നിന്ന് ഇത്തരത്തിൽ ഈ അവിടുത്തെ ഖമനേയി അടക്കം അറസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകാനും ഒക്കെ ഡെൽറ്റ ഫോഴ്സിനെ കൊണ്ട് നിഷ്പ്രയാസം സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ ഇറാൻ ഭരണകൂടത്തിന് തന്നെയുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊന്നും തന്നെ അത്ര ഫലവത്തല്ല എന്ന് നമുക്ക് അറിയാം. അത് നമ്മൾ ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം നടന്ന വേളയിലുമൊക്കെ അത് തിരിച്ചറിയുകയും ചെയ്തതാണ്. അവർക്ക് ഇത്തരത്തിൽ മറ്റ് ആയുധങ്ങളും ഒപ്പം തന്നെ കര യുദ്ധത്തിൽ ഏർപ്പെടുമെങ്കിൽ അത്രത്തോളം ആളുകളൊക്കെ യുദ്ധത്തിൽ ഏർപ്പെടാൻ അത്രത്തോളം സൈനിക വിന്യാസങ്ങളൊക്കെ ഉണ്ട് എങ്കിലും പോലും തന്നെ വ്യോമ മേഖലയിൽ അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊക്കെ വളരെ പാളിച്ചകളാണ് ഇറാനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കടന്നുകയറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാകില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ അത് ചെറുക്കാൻ എത്രത്തോളം ഇറാനെ സംബന്ധിച്ച് സാധിക്കുമെന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ലോകരാജ്യങ്ങളൊക്കെ ഈ വെനസ്വേലയ്ക്കെതിരായിട്ടുള്ള നടപടിയെ അപലപിച്ച് രംഗത്ത് വരുന്നുണ്ട്. പല രാജ്യങ്ങളും ഒരു കടുപ്പിച്ചൊരു നിലപാട് വ്യക്തമാക്കിയില്ല എങ്കിൽ പോലും തന്നെ അപലപിച്ച് രംഗത്ത് വരുന്നുള്ള ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു രാജ്യത്ത് കടന്നു കയറി അവിടുത്തെ ഭരണാധികാരിയെ ഏത് വിധേനയും തട്ടിക്കൊണ്ടുപോകുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിലൊരു കടുത്ത നടപടികളിലേക്ക് അമേരിക്ക കടക്കുമോ? പ്രത്യേകിച്ച് നമുക്കറിയാം, അവിടുത്തെ ആണവ സമ്പുഷ്ടീകരണം തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇസ്രായേലിനെ ഇത്തരത്തിൽ ഇറാനെ ആക്രമിക്കാൻ പ്രയോഗിപ്പിച്ചത്. ഒപ്പം തന്നെ പിന്നാലെ അമേരിക്കൻ B-2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ ഇറാന്റെ ഈ ആണവ സമ്പുഷ്ടി കേന്ദ്രങ്ങൾ, ഈ ടെഹ്റാനിലടക്കമുള്ള ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളൊക്കെ തകർക്കുന്ന തരത്തിലേക്ക് പോയിരുന്നു. പക്ഷേ അത് തകർത്തു എന്ന് ആദ്യഘട്ടങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിവരങ്ങൾ പുറത്തു വന്നുവെങ്കിൽ പോലും തന്നെ അമേരിക്കക്ക് തന്നെ അത് പിന്നീട് തുറന്ന് സമ്മതിക്കേണ്ടി വന്നിരുന്നു. അതായത് അതൊക്കെയൊന്നും ഒരു പോറൽ പോലും ഏറ്റിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ചില വാർത്തകളും ഒക്കെ പിന്നീട് അത് അമേരിക്ക തന്നെ തുറന്നു പറയുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷം ഒരു വശം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ കാര്യങ്ങൾ ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏത് നിമിഷവും ഒരു അറ്റാക്ക് നടത്താൻ അമേരിക്കയെ സംബന്ധിച്ച് സാധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്ന ഈ ആഭ്യന്തര കലാപം എന്ന രീതിയിലുള്ള ഈ അവസരം അത് മുതലാക്കാൻ അമേരിക്ക സ്വാഭാവികമായും ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രക്ഷോഭകാരികൾക്ക് കൂടുതൽ പിന്തുണ നൽകുന്നത്. അവർക്ക് എതിരെ ഒരു തരത്തിലുമുള്ള സൈനിക നടപടി ഉണ്ടാകരുതെന്ന് ആവർത്തിച്ച് ട്രംപ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യയും എന്നുള്ളത് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ തന്നെയാണ്. ഇറാനിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ വാങ്ങിയിരിക്കുന്ന അത്തരത്തിൽ വ്യാപാര തരത്തിലുമൊക്കെ വളരെ പ്രാധാന്യപ്പെട്ട ബന്ധം പുലർത്തുന്നത് തന്നെയാണ് ഇറാനെ സംബന്ധിച്ചുള്ളത്. ഒപ്പം തന്നെ നയതന്ത്ര തലത്തിലായാലും വലിയ രീതിയിൽ മെച്ചപ്പെട്ട ബന്ധമാണ് ഇന്ത്യയെ സംബന്ധിച്ചുള്ളത്. നമുക്കറിയാം, ഇസ്രായേലും ഇറാനുമായി ഈ ഒരു സംഘർഷത്തിൽ ഏർപ്പെടുമ്പോൾ പോലും തന്നെ അതിൽ ഒരു തരത്തിലും ഇറാനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ഇസ്രായേലിനെ തള്ളിപ്പറയാനോ ഇന്ത്യ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലൊരു രീതിയിലുള്ള
ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സസൂക്ഷ്മം അവിടുത്തെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവിടേക്ക് യാത്ര ചെയ്യുമെങ്കിൽ അത്തരത്തിൽ എമർജൻസി ഉണ്ട് എങ്കിൽ മാത്രമേ അവിടേക്ക് പോകാവൂ എന്നുള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ വിദേശകാര്യ മന്ത്രാലയങ്ങൾ പോലും അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. ആ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും അതിപ്പോഴും ഫലവത്താകുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 35 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.